ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്നും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം വിത്തറ് നമസ്കാരം. വിത്തറ് നമസ്കരിച്ചതിന് ശേഷം സുന്നത്ത് നമസ്കാരം പാടുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. പലരുടെയും മനസ്സിൽ ഉള്ള ഒരു സംശയമായതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്നതും മനസ്സിലാക്കുകയും അതോടൊപ്പം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യുക എന്നത്, അത് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ്. രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിൽ വിശദമായി തന്നെ രാത്രി നമസ്കാരം എന്താണ്, ഖിയാമുൽ ലൈല്, ഖിയാമു റമദാന്, വിത്ർ, തഹജ്ജുദ്, തറാവീഹ് ഒക്കെ ഈ പേരുകളൊക്കെ എങ്ങനെ കിട്ടി, തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ മടങ്ങണം എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ആ വിഷയത്തോടനുബന്ധമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയങ്ങളാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വിഷയങ്ങൾ പഠിക്കുക. വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതി തരാവുന്നതാണ്. സമയത്തിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ മജ്ലിസിലുള്ള ഇരുത്തം നാളെ പരലോകത്ത് പ്രതിഫലാർഹമായ ഒരു കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് ഉപയോഗപ്പെടുത്തുക. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടാൻ കഠിനമായ പരിശ്രമം നടത്തുക. ആ പുണ്യം നേടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇതുവരെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, അതിനുള്ള തക്കതായ പ്രതിഫലം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ.
വിത്തർ നമസ്കാരം രാത്രി നമസ്കാരത്തിന്റെ മറ്റൊരു പേരാണത്. ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഈ സന്ദർഭത്തിൽ നമ്മൾ പോകുന്നില്ല, നമ്മൾ വിശദീകരിച്ചതുകൊണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഇതിന്റെ ഹുക്കുമിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് വാജിബല്ല, സുന്നത്താണ്. നമ്മളെ ഇത്തികാഫിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്തികാഫ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, അത് മുഅക്കദായ സുന്നത്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് വിത്തർ നമസ്കാരം, രാത്രി നമസ്കാരം. ഒറ്റയിൽ അവസാനിപ്പിക്കുന്നത് കൊണ്ടാണ് അതിന് വിത്തർ എന്ന പേര് കിട്ടിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നിർബന്ധമല്ല. എന്നാൽ ചില ആളുകൾ, ഉദാഹരണമായി ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിത്തർ നമസ്കാരം വാജിബാണ്. കാരണം ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളും, ഈ ഹദീസുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. പല ഹദീസുകളും അംറിന്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്, അതായത് കൽപ്പനാ രൂപത്തിലാണ് വിത്തറുമായി ബന്ധപ്പെട്ട പല ഹദീസുകളും വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള ആളുകൾ എന്ത് പറഞ്ഞത്, അത് വാജിബാണ് എന്ന് പറയാനുള്ള കാരണം. എന്നാൽ ജുംഹൂറിന്റെ അഭിപ്രായം, ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം, രാത്രി നമസ്കാരം, വിത്തർ നമസ്കാരം അത് പ്രബലമായ സുന്നത്താണ് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്നു. അയാളൊരു ചോദ്യം ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനി മാദാ ഫറളല്ലാഹു അലയ്യ മിനസ് സ്വലാത്തി. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അല്ലാഹ് നിർബന്ധമാക്കിയ നമസ്കാരം ഏതൊക്കെയാണ്, അതെനിക്ക് പറഞ്ഞു തന്നാലും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരങ്ങളാണ്. ഇല്ല അൻ തതവ്വഅ ശൈഅൻ, അതേ നിനക്ക് നിർബന്ധമാകുന്നുള്ളൂ. പിന്നീട് വല്ലതും കൂടുതലായി സുന്നത്തായി അധികമായി നീ ചെയ്താൽ അത് നിനക്ക് പുണ്യമാണ്. ആ സന്ദർഭത്തിൽ അയാൾ ചോദിച്ചു, ഹൽ അലയ്യ ഗൈറുഹ. മുസ്ലിമിന്റെ വേറൊരു റിവായത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയും പകലുമായി 5 നേരത്തെ നമസ്കാരങ്ങളാണ് നിനക്ക് നിർബന്ധമായി തീരുന്നത് എന്ന് പറഞ്ഞപ്പോ അയാളുടെ ചോദ്യം, ഇതല്ലാത്ത മറ്റെന്തെങ്കിലും എനിക്ക് നിർബന്ധമുണ്ടോ, വേറെ വല്ല നിസ്കാരവും എനിക്ക് നിർബന്ധമുണ്ടോ? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, നീ തതവ്വുആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം നിനക്ക് കിട്ടും, അത്രമാത്രം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും വിത്തർ നമസ്കാരം സുന്നത്താണ് എന്ന് പറഞ്ഞത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഫീഹി, ഈ ഹദീസിൽ തെളിവുണ്ട്, അന്ന സ്വലാത്തൽ വിത്തർ, വിത്തർ നമസ്കാരം ലൈസത്ത് ബിവാജിബ, അത് വാജിബല്ല, അത് നിർബന്ധമല്ല എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അൽ വിത്റു ഗൈറു വാജിബ്, വിത്ർ നിർബന്ധമല്ല. വബിഹാദാ ഖാല മാലിക് വശാഫി, ഇത് തന്നെയാണ് ഇമാം ഷാഫി, ഇമാം മാലിക് ഇവരുടെയൊക്കെ അഭിപ്രായം വിത്ർ നമസ്കാരം നിർബന്ധമല്ല എന്നതാണ്. വഖാല അബൂ ഹനീഫ, എന്നാൽ അബൂ ഹനീഫ പറഞ്ഞിട്ടുണ്ട്, ഹുവ വാജിബുൻ, അത് നിർബന്ധമാണ് എന്ന് ഇമാം അബൂ ഹനീഫ പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെതായ കാരണങ്ങളും അവർ പറയുന്നുണ്ട്. അപ്പോ പ്രബലമായ അഭിപ്രായത്തിൽ, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ, ജംഹൂറിന്റെ അഭിപ്രായത്തിൽ വിതർ നമസ്കാരം, രാത്രി നമസ്കാരം വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്, പ്രബലമായ സുന്നത്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. വിതർ നമസ്കാരത്തിന്റെ സമയം ഇശ നമസ്കാരത്തിന്റെയും ഫജ്റിന്റെയും ഇടക്കാണ്. ഈ നിസ്കാരത്തിന്റെ സമയമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇശ നമസ്കാരം ആ സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം വിതർ നമസ്കാരത്തിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യും. ഫജ്ർ വരെ അത് അനുവദിച്ചിട്ടുണ്ട്. അത് ഏത് സമയത്താണോ നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നത്, ഇശാ നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ ആ സന്ദർഭത്തിൽ നമുക്കത് നിസ്കരിക്കാം, വിതർസ്കരിക്കാം. ഇനി അതല്ല, രാത്രിയുടെ മധ്യഭാഗത്താണ് നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നതെങ്കിൽ അങ്ങനെ ആവാം, ഒന്ന് ഉറങ്ങി ഇതിനു ശേഷം അങ്ങനെ നിസ്കരിക്കാം. രാത്രിയുടെ അവസാന ഭാഗത്തുമാകാം. ഇത് ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നമസ്കാരത്തിന്റെ സമയം പറഞ്ഞു തന്ന ഹദീസ്, ഇന്നല്ലാഹ ഖദ് അമദ്ദകും ബിസ്വലാത്തിൻ, അല്ലാഹു നിങ്ങൾക്കൊരു നമസ്കാരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു നമസ്കാരം. വഹിയൽ വിത്ർ, അത് വിത്തറാകുന്നു. അത് വേറെ ചില റിവായത്തുകളൊക്കെ ഇതിലധികമായി വന്നിട്ടുണ്ട്. വിത്തർ നമസ്കാരമാകുന്നു അത്. ജഅലഹുല്ലാഹു ലക്കും ഫീമാ ബൈന സ്വലാത്തിൽ ഇശാഇ ഇലാ അൻ യത്ലു അൽ ഫജ്ർ. അവ ഈ ഹദീസിൽ തന്നെ അതിന്റെ സമയം കൃത്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ജഅലഹുല്ലാഹു ലക്കും, അല്ലാഹു ആ വിത്ർ നമസ്കാരത്തിന്റെ സമയമായി നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ഫീമാ ബൈന സ്വലാത്തിൽ ഇശാഇ, ഇശാ നമസ്കാരത്തിന്റെ ഇടക്ക് ഇലാ അൻ യത്ലു അൽ ഫജ്ർ, ഫജ്ർ ആകുന്നത് വരേക്കും. അപ്പൊ അതിന്റെ സമയം കൃത്യമായ ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. തുർമുദി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് നസ്റുദ്ദീൻ അൽബാനി ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ സമയം. ഇശാ നമസ്കാര ശേഷം നമുക്ക് ഏത് സമയത്ത് നിസ്കരിക്കാം, സൗകര്യത്തിനനുസരിച്ച്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഫ്ളലായ സമയം ഏതാണ്? വിതർ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്ന ഏറ്റവും അഫ്ളലായ സമയം, ശ്രേഷ്ഠമായ സമയം. അപ്പൊ ഇപ്പറഞ്ഞ ഏത് സമയത്തും നമുക്ക് നിസ്കരിക്കാം, അതിന് തകരാറൊന്നുമില്ല. പക്ഷെ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം ആഖിറുൽ ലൈലാണ്, രാത്രിയുടെ അവസാനഭാഗത്ത്. ഇത് മൊത്തത്തിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. രാത്രിയുടെ അവസാന ഭാഗം, ഫജ്റിന്റെ തൊട്ട് മുമ്പ്, ആ സമയമാണ് വിത്ർ നിസ്കരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം. അതൊരുപാട് ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. എന്നാൽ ആ സന്ദർഭത്തിൽ ഒരാൾ ഭയപ്പെടുന്നു, ഞാൻ എണീക്കുകയില്ല സന്ദർഭത്തിൽ എന്ന് ഒരാൾക്ക് തോന്നിയാൽ അയാൾക്ക് എന്താ ചെയ്യുക? ഇശാസ്കാരത്തിന് ശേഷം വിത്റാക്കാം, ഒരു വിരോധവുമില്ല. അത് രണ്ടും ഹദീസ് തന്നെ വന്നിട്ടുണ്ട്, രണ്ടും ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു ഹദീസ് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാഫ അല്ലാ യഖൂമ മിൻ ആഖിരിൽ ലൈലി ഫൽയൂതിർ അവ്വലഹു. വളരെ കൃത്യമായ വാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാഫ, ഒരാൾ ഭയപ്പെട്ടാൽ, അല്ലാ യഖൂമ, എഴുന്നേൽക്കുകയില്ലെന്ന്, മിൻ ആഖിരിൽ ലൈലി, രാത്രിയുടെ അവസാന ഭാഗത്ത്, ഫൽയൂതിർ അവ്വലഹു, അവൻ അതിന്റെ ആദ്യ സമയത്ത് വിത്തറാക്കിക്കൊള്ളട്ടെ.
അതായത് ഇശാ നമസ്കാരത്തിന് ശേഷം ഒരാൾക്ക് വിത്തറാക്കാം. വമൻ ത്വമിയ അൻ യഖൂമ ആഖിറഹു, ഇനി രാത്രിയുടെ അവസാനം ഒരാൾ എഴുന്നേൽക്കും, അയാളത് ആഗ്രഹിക്കുന്നവനാണ്, അയാൾക്ക് തീർച്ചയുണ്ട് അയാൾ എഴുന്നേൽക്കുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫൽയൂത്തിർ ആഖിറൽ ലൈലി, അയാൾ എന്ത് ചെയ്തു കൊള്ളട്ടെ, രാത്രിയുടെ അവസാന ഭാഗത്ത് അയാൾ വിത്തറാക്കിക്കൊള്ളട്ടെ, ആ സമയത്ത് അയാൾ വിത്തറിസ്കരിച്ചു കൊള്ളട്ടെ. കാരണം ഫൈന സ്വലാത്ത ആഖിറിൽ ലൈലി മഷ്ഹൂദത്തുൻ വദാലിക അഫ്ളൽ, അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. വദാലിക അഫ്ളൽ മാത്രമല്ല അതാകുന്നു ഏറ്റവും അഫ്ളൽ. ഈ ഹദീസിന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഒന്ന്, വിത്തറിന്റെ ശ്രേഷ്ഠത. അപ്പൊ രാത്രിയുടെ അവസാന ഭാഗത്ത് ഒരാൾക്ക് എണീക്കൽ അത് പ്രയാസകരമാണെങ്കിൽ, അയാൾക്ക് ആ സന്ദർഭത്തിൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഇശ നിസ്കാരത്തിന് ശേഷം, ഇശയുടെ സുന്നത്തിന് ശേഷം അയാൾക്ക് വിത്തറാക്കിയിട്ട് കിടന്നുറങ്ങാം, അത് പ്രശ്നമല്ല. എന്നാൽ അതല്ല, ഒരാൾ രാത്രിയുടെ അവസാന ഭാഗത്ത്, അതാണ് അയാളുടെ രീതിയെങ്കിൽ, അതാണ് രാത്രി നമസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം. പണ്ഡിതന്മാർ അതിനെപ്പറ്റി ഒരുപാട് ഹദീസുകൾ പറഞ്ഞു തന്നു, ഖുർആനിന്റെ ആയത്തുകൾ വിശദീകരിച്ചു തന്നു. അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം, ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം, ഖുർആന് പ്രത്യേകം എടുത്തു പറഞ്ഞ സമയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്, ഖൈറുകള് ആ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പോ അതാണ് രാത്രി നിസ്കാരത്തിന്റെ, വിത്ർ നമസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഫജ്ർ ആകുന്നതോടുകൂടി എന്ത് ചെയ്യണം? ഈ നമസ്കാരം അവസാനിപ്പിക്കണം. അതും പ്രത്യേകം ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഫജ്ർ ആകുമെന്ന് ഭയപ്പെട്ടാൽ പെട്ടെന്ന് വിത്തറാക്കിക്കൊള്ളണം. അതൊരുപാട് ഹദീസുകളുണ്ട്. അതിലൊരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. ഔതിറു ഖബ്ല അൻ തുസ്ബിഹു, സുബ്ഹി ആകുന്നതിന് മുമ്പ് നിങ്ങൾ വിത്തറാക്കിക്കൊള്ളണം. ബാദിറു അസ്സുബ്ഹ ബിൽ വിത്രി, സുബ്ഹ് നമസ്കാരം അതിന്റെ ടൈം, ആ സമയമാകുന്നതിന് മുമ്പ് വിത്തർ നമസ്കരിക്കാൻ നിങ്ങൾ ധൃതി കാണിക്കണം. അങ്ങനെ കുറെ ഹദീസുകളുണ്ട്. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നമസ്കാരം ഈരണ്ട് ആയിട്ടാണ് നിസ്കരിക്കേണ്ടത്. മസ്ന മസ്ന, രണ്ട് വീതം. ഫൈദാ ഖശിയ സുബ്ഹ, അങ്ങനെ അയാള് സുബ്ഹ് ഭയപ്പെട്ടാൽ എന്ത് ചെയ്യണം? അയാൾ ഒന്ന് നിസ്കരിക്കണം. അപ്പൊ ഇതൊക്കെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസുകളിൽ വന്നിട്ടുള്ളത് ഇതിന്റെ സമയത്തെക്കുറിച്ച്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഇത് പ്രബലമായ സുന്നത്താണ്. രണ്ട്, ഇശാ നമസ്കാരത്തിന്റെയും ഫജ്റിന്റെയും ഇടക്കാണ്. ഏത് സന്ദർഭത്തിലും നമുക്ക് വിത്ർ നിസ്കരിക്കാം. അതിലേറ്റവും ശ്രേഷ്ഠമായ സമയം അത് രാത്രിയുടെ അവസാന ഭാഗത്താണ്. അതിന്റെ ഹദീസുകൾ നമ്മൾ പറഞ്ഞു. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിത്ർ എത്ര റക്അത്ത് നമുക്ക് നിസ്കരിക്കാം? അതും ഹദീസുകളിൽ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണോ നമസ്കരിക്കാൻ സാധിക്കുന്നത് അത്ര നമുക്ക് നിസ്കരിക്കാം. അതിലേറ്റവും പ്രബലമായത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു 11 റക്അത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ടായിരുന്നത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഒരാൾക്ക് ഒരു റക്അത്ത് വിത്ർ നിസ്കരിക്കാൻ പറ്റുമോ? ഒരു റക്അത്ത് സാധാരണ നമ്മള് ഇനി ഒരാൾക്ക് 11 നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് 3 നിസ്കരിക്കാം, 5 നിസ്കരിക്കാം, 7 നിസ്കരിക്കാം, 9 നിസ്കരിക്കാം. ഇതൊക്കെ ജായിസ്.
അതേപോലെ തന്നെ ഒരാൾക്ക് ഒന്നുകൊണ്ട് വിത്തറാക്കുന്നതും ജായിസാണ്. ഒരാൾ ഇശസ്കരിച്ചു, 2 റക്അത്ത് സുന്നത്ത് സ്കരിച്ചു, അയാൾക്ക് 1 റക്അത്ത് വിത്തറാക്കാം. അത് പറയാനുള്ള കാരണം അത് ജായിസാണ്. എന്നിരുന്നാൽ പോലും വിത്തർ ഒഴിവാക്കരുത് എന്ന്, അതാണ് ഇതിന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒന്നുകൊണ്ടെങ്കിലും വിത്തറാക്കി അതിന്റെ പ്രതിഫലം നേടണം. ഇനി ഒരാൾക്ക് ഒന്നുകൊണ്ട് വിത്തറാക്കാം എന്നർത്ഥം. എന്നിരുന്നാൽ തന്നെയും അത് നഷ്ടപ്പെടുത്തി കളയരുത്. ഇനി ഒരാൾക്ക് ഒന്നുകൊണ്ട് വിത്തറാക്കാം. എന്താ അതിന്റെ തെളിവ്? അതിന്റെ തെളിവ് ഹദീസാണ്. അതിലൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. വിത്ർ നമസ്കാരം ഓരോ മുസ്ലിമിനും ബാധ്യതയാണ്. ഒക്കെ അതിന്റെ ഫളായിലുകളെ കുറിച്ച് പറയുന്ന ഹദീസുകളിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അൽ വിത്റു ഹഖ്ഖുൻ, അത് ഹഖ്ഖാണ് വിത്തർസ്കരിക്കുക എന്നുള്ളത്. അലാ കുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനും അത് ബാധ്യതയാണ്, കടമയാണ്. ഫമൻ അഹബ്ബ അൻ യൂതിറ ബിഖംസിൻ ഫല്യഫ്അൽ. 5 കൊണ്ട് വിത്തറാക്കാൻ ഒരാൾ അങ്ങനെയാണ് തീരുമാനിച്ചതെങ്കിൽ, ഒരാൾ അതാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഫല്യഫ്അൽ, അവൻ 5 കൊണ്ട് വിത്തറാക്കട്ടെ. ഫമൻ അഹബ്ബ അൻ യൂതിറ ബിസലാസിൻ ഫല്യഫ്അൽ. ഒരാൾ 3 കൊണ്ട് വിത്തറാക്കാൻ ഉദ്ദേശിച്ചാൽ അതാണ് അയാൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അയാൾ 3 കൊണ്ട് വിത്തറാക്കിക്കോട്ടെ. വമൻ അഹബ്ബ അൻ യൂതിറ ബിവാഹിദത്തിൻ ഫല്യഫ്അൽ. അതാണ് അതിന്റെ തെളിവ്. അപ്പൊ 5 കൊണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ 5 വിത്തറാക്കട്ടെ. ഇനി അതല്ല 3 ആണോ ഒരാൾക്ക് വിത്തറാക്കി സ്കരിക്കാൻ പറ്റുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും അതിന്റെ അക്കമലായിട്ടുള്ള ചുരുങ്ങിയ ഏറ്റവും പരിപൂർണമായ രൂപം അത് 3 ആണ്. എന്നാൽ 1 കൊണ്ട് വിത്തറാക്കാം. അപ്പൊ ഈ ഹദീസിൽ നമുക്കുള്ള തെളിവ് വമൻ അഹബ്ബ അൻ യൂതിറ ബിവാഹിദത്തിൻ ഫല്യഫ്അൽ. വമൻ അഹബ്ബ, ഇനി ആരാണോ ഇഷ്ടപ്പെടുന്നത്, അൻ യൂതിറ ബിവാഹിദത്തിൻ, 1 റക്അത്ത് കൊണ്ട് വിത്തറാക്കാൻ, ഫല്യഫ്അൽ, അവൻ അങ്ങനെ വിത്തറാക്കി നിസ്കരിച്ചു കൊള്ളട്ടെ. ഇതാണ് ഹദീസ്. ഹദീസ് സ്വഹീഹായ ഹദീസാണ്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ്. അതിൽ ആ ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ വിത്റു, വിത്ർ എന്നത് റക്അത്തും മിൻ ആഖിരിൽ ലൈലി. കേട്ടോ, അത് 1 റക്അത്താണ്. എന്താണ് വിത്ർ? 1 റക്അത്തും നിസ്കരിക്കാം. അത് ജായിസാണ് എന്നുള്ളതിന് പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു തെളിവ് രണ്ടാമത്തെ ഒരു ഹദീസ് ഇതാണ്. ഇത് മുസ്ലിമിന്റെ ഹദീസാണ്. അൽ വിത്റു, വിത്ർ എന്നത് റക്അത്തുൻ, അതൊരു റക്അത്താണ്. മിൻ ആഖിരിൽ ലൈലി, രാത്രിയുടെ അവസാന ഭാഗത്ത് ഒരാൾ നിസ്കരിക്കുന്ന 1 റക്അത്ത് ആണ് ഇത് വിത്ർ നമസ്കാരം. എന്നാണ് അവരതിന് തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു ഹദീസ്. ഈ 2 ഹദീസുകൾ, ഇതല്ലാത്ത വേറെയും ഹദീസുകൾ അതിന് തെളിവായി പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഈ ഹദീസുകളെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചതു തന്നെ. അതിലൊന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതിനെപ്പറ്റി ചോദിച്ചു. വിത്ർ 1 നിസ്കരിച്ചാൽ മതിയോ, അതല്ല 3 തന്നെ നിസ്കരിക്കണം? അത് ശ്രേഷ്ഠമായതിനെ കുറിച്ചുള്ള ചർച്ചയല്ല. ശ്രേഷ്ഠമായത് 3, 5 അങ്ങനെ നിസ്കരിക്കലാണ്. ഇനി ഒരാൾക്ക് ജായിസാണെന്ന് അർത്ഥം. നേരത്തെ പറഞ്ഞതുപോലെ വിത്തറിന്റെ ഏറ്റവും, രാത്രിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം തഹജ്ജുദ്, അതായത് രാത്രി ഒന്ന് ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന, രാത്രിയുടെ അവസാന സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരം, അല്ലെങ്കിൽ ഉറങ്ങി എണീറ്റിട്ട് നിസ്കരിക്കാം. ആ സന്ദർഭങ്ങളിലാണ്. എന്നാൽ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭത്തിൽ അയാൾ എഴുന്നേൽക്കുകയില്ലെന്ന് അയാൾ ഭയപ്പെട്ടാൽ അയാൾക്ക് എന്ത് ചെയ്യാം? 1 കൊണ്ടാണെങ്കിലും അയാൾ വിത്തറാക്കട്ടെ എന്നുള്ളതാണ്. ആ വിത്തറിന്റെ പ്രതിഫലം അയാൾ നേടട്ടെ എന്നുള്ളതാണ്. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു, ഇത് 1 ആണോ, 1 നിസ്കരിച്ചാൽ മതി, അതല്ല 3 നിസ്കരിക്കേണ്ടതുണ്ടോ, എന്താണ്? അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, സ്വലാത്തുൽ വിത്രി അഖല്ലുഹാ റക്അ. കേട്ടോ, വിത്ർ നമസ്കാരം അഖല്ലുഹ,
അത് ഏറ്റവും ചുരുങ്ങിയത് റക്അത്തുൻ വാഹിദത്തുൻ, അത് ഒരു റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ചുരുങ്ങിയത്. അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തെ കുറിച്ചാണ് പറഞ്ഞത്. അഖല്ല് പറഞ്ഞാല് ഏറ്റവും ചുരുങ്ങിയത്, അത് ഒരു റക്അത്ത് നിസ്കരിക്കലാണ്. ബഅദൽ ഇശാ ഫി ആഖിരി ലൈലി റക്അത്തൻ വാഹിദത്തൻ, ഇശാന് ശേഷം അത് ചെയ്യുക, അതല്ലെങ്കിൽ രാത്രിയുടെ അവസാന ഭാഗത്ത് അത് ചെയ്യുക. ഹാദാ അഖല്ലുഹ, അതാണ് ഏറ്റവും ചുരുങ്ങിയത്. എന്നാൽ വൈൻ സല്ല സലാസൻ, ഇനി അയാൾ 3 നിസ്കരിക്കാണ്, ഔ ഖംസ 5, ഔ അക്സർ ഫഹു അഫ്ളൽ, ഇനി ഒരാൾ 3 5 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ നിസ്കരിക്കുകയാണെങ്കിൽ അതെന്താണ്? അത് അഫ്ളലാണ്, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, അത് അധികരിപ്പിച്ച് നിസ്കരിക്കുക എന്നുള്ളത്. ലാക്കിൻ അഖല്ലുഹ വാഹിദ ബഅദ സുന്നത്തുൽ ഇശാഇ ഔ ഫി വസ്തിൽ ലൈലി ഔ ഫി ആഖിരിൽ ലൈലി, എന്നാൽ അതിൽ ഏറ്റവും ചുരുങ്ങിയത് അത് ഇശാന് ശേഷം റക്അത്താണ്, അല്ലെങ്കിൽ രാത്രിയുടെ മധ്യഭാഗത്ത്, അല്ലെങ്കിൽ രാത്രിയുടെ അവസാന ഭാഗത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കാര്യങ്ങൾ അങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ 1 നിസ്കരിക്കാം വിത്ർ, അതിന്റെ തെളിവ് അത് ജായിസാണ് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ പറഞ്ഞത്. ഇത് ജായിസാണ്. മാത്രമല്ല സ്വഹാബികളിൽ പലരും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അത് ചെയ്യാറുണ്ടായിരുന്നു. കാരണം അത് ജായിസായ ഒരു സംഗതിയാണല്ലോ. അതിലൊരു സംഭവം മുആവിയ റളിയല്ലാഹു അൻഹു, പ്രഗൽഭനായ സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇബ്നു അബി മുലൈക അദ്ദേഹം പറയുന്നു, ഔതറ മുആവിയ ബഅദൽ ഇശാഇ ബിറക്അ, ഇശാ നമസ്കാരത്തിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ഒരു റക്അത്ത് കൊണ്ട് വിത്തറാക്കി. അപ്പൊ നമുക്കത് ജായിസാണ് എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഏതൊരു സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തെളിവുകൾ പറയുന്നത്. വഇൻദഹു മൗല അലി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിന്റെ മൗല മോചിപ്പിക്കപ്പെട്ട അലിവാണ്, ആര്? ഖുറൈബ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടു. മുആവിയ റളിയല്ലാഹു അൻഹു ഇശാസ്കാരത്തിന് ശേഷം ഒരു റക്അത്ത് വിത്തരിക്കണം. ഫാത ഇബ്നു അബ്ബാസ് ഖാല, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഖുറൈബ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നിട്ട് മുആവിയ റളിയല്ലാഹു ഒരു റക്അത്ത് വിത്തരിച്ചല്ലോ. ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ദഅഹു, അദ്ദേഹത്തെ വിട്ടേക്ക്. ഫഇന്നഹു ഖദ് സഹിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച ആളാണ്, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സഹാബിയാണ്. ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പൊ ആ മറുപടി പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഫളിലാണ് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത. അപ്പോ അദ്ദേഹം റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച ആളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം അത് പ്രവാചകനിൽ നിന്ന് പഠിച്ചതാണ്, പ്രവാചകനിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, പ്രവാചകനിൽ നിന്ന് ഗ്രഹിച്ചതാണ് എന്നർത്ഥം. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ വേറെ ചില റിവായത്തുകളിൽ കാണാം, ഇബ്നു അബ്ബാസ് പറഞ്ഞതായിട്ട് അസ്വാബ ഇന്നഹു ഫഖീഹുൻ, അദ്ദേഹം ചെയ്തത് ശരിയാണ്, കാരണം അദ്ദേഹം ഫഖീഹാണ്, അദ്ദേഹം പണ്ഡിതരാണ്, മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പൊ ചില ആളുകൾക്കൊക്കെ മുആവിയ എന്ന് പറയുമ്പോ വളരെ മോശമായ രീതിയിൽ ആ സ്വഹാബിയെ പരിഗണിക്കുന്ന ആളുകളുണ്ട്, വളരെ മോശമായ രീതിയിൽ. ചിലതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്, വളരെ മോശമായിട്ട്. ഇതൊക്കെ ഷിയാക്കളുടെ വിശ്വാസവും ആദർശവുമാണ്. അവരാണ് ആ രൂപത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത്. മുആവിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ ഒരുപാടുണ്ട്, ഫളായിലുകൾ ഒരുപാടുണ്ട്. സ്വഹാബികളുടെ കൂട്ടത്തിൽ തന്നെ പ്രഗൽഭനാണ് അദ്ദേഹം. എന്താണെങ്കിലും അത് വേറെ വിഷയം. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത് എന്ത്? അദ്ദേഹം ചെയ്തത് അസ്വാബ, ശരിയാണ്. ഇന്നഹു ഫഖീഹുൻ, മുആവിയ ഫഖീഹാണ്, പണ്ഡിതനാണ്. മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് അദ്ദേഹം അള്ളാന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചവനാണ്, സഹാബിയാണ്. അപ്പോ അതിന്റെ വിശദീകരണങ്ങൾ വേറെ വരുന്നുണ്ട്.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ, ഒന്നുകൊണ്ട് വിത്തറാക്കാം. അതിനാണ് ഞാൻ ഈ തെളിവുകൾ ഉദ്ധരിച്ചത്. അത് ജായിസാണ് എന്നുള്ളതിന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല ലജ്നത്ത് ദായിമയോട് ഇതേ ചോദ്യം ചോദിച്ചു. ഹൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂതിറു ബിവാഹിദത്തിൻ ഔ ബിസലാസിൻ മുതവാലിയ. 2-3 ചോദ്യങ്ങളാണ്. ഒന്ന്, ലജ്നത്ത് ദായിമയോടുള്ള ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൊണ്ട് വിത്തറാക്കാറുണ്ടായിരുന്നോ? ഇതാണ് ഒരു ചോദ്യം. അതല്ലെങ്കിൽ 3 കൊണ്ടായിരുന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്തറാക്കിയിരുന്നത്? പിന്നെ മൂന്നാമതൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിത്തറിൽ കുനൂത്ത് ഓതിയിരുന്നോ? അത് ഓതാൻ അദ്ദേഹം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ 2-3 ചോദ്യങ്ങള് ലജ്നത്ത് ദായിമയോട് ചോദിക്കുകയാണ്. അപ്പൊ അതില് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൊണ്ട് വിത്തറാക്കിയിട്ടുണ്ടോ എന്നതാണ്. അത് ജായിസാണോ എന്നുള്ള അർത്ഥത്തിനാണ്. അതിന് അവരുടെ മറുപടി, ഔത്തറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാഹിദത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൊണ്ട് വിത്തറാക്കിയിട്ടുണ്ട്. അതാണ് ലജ്നത്ത് ദായിമയുടെ മറുപടി. പിന്നെ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ വിശദീകരിക്കുകയാണ്. അതിന്റെ തെളിവുകളും കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുകളൊക്കെ വെച്ചിട്ട് അവരതിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ മൂന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം. ഒന്നുകൊണ്ട് വിത്തറാക്കൽ ജായിസാണ് എന്നർത്ഥം. എന്നാൽ നമുക്ക് എത്ര കൂടുതലായി വിത്തറാക്കാൻ പറ്റും അത്രക്കും നമുക്ക് അഫ്ളലാണ്. അതിന്റെ പുണ്യം അത്രക്കുണ്ട്. അപ്പൊ റമദാനിൽ മാത്രമല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വിത്തർ, രാത്രി നിസ്കാരം, തറാവീഹ് എന്നത് എന്തല്ല റമദാനിൽ മാത്രമല്ല, റമദാൻ അല്ലാത്ത കാലത്തും ഉണ്ട്. റമദാനിൽ അതെന്ത് ചെയ്യുന്നു? പള്ളിയിൽ വരുന്നു, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു, ഇമാമും മാമുമായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു. അതാണ് റമദാനിൽ വരുന്ന മാറ്റം. അതല്ലാത്ത കാലത്തും ഇതുണ്ട്. ഇതൊക്കെ പേരൊന്നാണ്, വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നു. നിസ്കാരം ഒന്നാണ്. നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ജായിസാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. പതിവായി വിത്തർ നമസ്കരിക്കുന്ന ഒരാൾ, അയാൾക്കത് നഷ്ടപ്പെട്ടാൽ അയാൾക്കത് ഖളാക്കാമോ? ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസാണ് എന്ന് ചില ആൾക്കാർ ധരിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. അതില് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും വലിയ വിഭാഗം പണ്ഡിതന്മാർ, ജുംഹൂറിന്റെ അഭിപ്രായം, അവര് പറഞ്ഞത് പതിവായി വിത്തർ നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് നഷ്ടപ്പെട്ടാൽ അയാൾക്കത് പകലിൽ നിസ്കരിക്കാം. പക്ഷെ കുറച്ച് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തോന്നിയ പോലെ നിസ്കരിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. അപ്പൊ അതിന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, വിത്തർ പതിവായി ചെയ്യുന്ന ഒരാൾക്കത് നഷ്ടപ്പെട്ടാൽ അയാൾക്കത് വീണ്ടെടുക്കൽ ജായിസാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസ് അല്ല. മനസ്സിലായല്ലോ? ഇനി അങ്ങനെ ഖളാ ആക്കാം. അതിന്റെ തെളിവെന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഖളാക്കിയിട്ടുണ്ട്. ഒരു ഹദീസ് കേട്ടോ. ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അവർ പറയുന്നു, വകാന ഇദാ ഗലബഹു നൗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറക്കം അത് അധികരിച്ചാൽ, ഉറക്കം അദ്ദേഹത്തെ അതിജയിച്ചാൽ, നല്ല ഉറക്കം വന്നാൽ, ഔ വജഅൻ, അല്ലെങ്കിൽ ശരീരത്തിൽ വല്ല പ്രയാസം, കാരണം വേദന, എന്തെങ്കിലും പ്രയാസം, എന്തിന്? അൽ ഖിയാമിൽ ലൈലി, രാത്രി നമസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല പ്രയാസം, വല്ല വേദന, അല്ലെങ്കിൽ ഉറക്കം അതിജയിച്ചാൽ, നല്ല ഉറക്കം വരികയാണെങ്കിൽ, സ്വല്ലാ മിനൻ നഹാരി സിൻതൈ അശ്റത റക്അത്തൻ, പകലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12 റക്അത്ത് നിസ്കരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടത്
പകലിൽ നിർവഹിച്ചിട്ടുണ്ട്. രാത്രി നിസ്കാരം വിത്ർ 12 റക്അത്ത്. ഇത് മുസ്ലിമിന്റെ ഹദീസാണ്. അപ്പൊ ഈ ഹദീസിൽ 2 കാരണങ്ങളാ പറഞ്ഞത്. ഒന്ന് വജ പറഞ്ഞ വേദന, അല്ലെങ്കിൽ ശരീരത്തിൽ അങ്ങനെയുള്ള വല്ല പ്രയാസം, ബുദ്ധിമുട്ട്. അതേപോലെ തന്നെ നൗമ് പറഞ്ഞാല് ഉറക്കം. വേറെ റിവായത്തിൽ കാണാം, മുസ്ലിമിന്റെ തന്നെ വേറെ റിവായത്തിൽ കാണാം, വക്കാന ഇദാ നാമ മിനൽ ലൈലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങിപ്പോയാൽ. ഇപ്പൊ പതിവായി ചെയ്യുന്ന ആളുകൾ തന്നെ ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകും. അവര് പിന്നെ പകല് നിസ്കരിക്കൂല. അവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണയാണ് അത് നബിക്ക് ഖാസാണ്, അല്ലെങ്കിൽ അതിന് തെളിവില്ല എന്നതാണ് അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അത് ശരിയല്ല. ഈ ഹദീസിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങിപ്പോയാൽ ഔ മരീള, ഇത് ഈ റിവായത്തിൽ മരീള എന്നുണ്ട്, മറ്റതിൽ മരീള എന്ന് വന്നിട്ടില്ല, രോഗിയായ. സ്വല്ലാമിന നഹാരി സിൻത്ത് അശ്റത്ത റക്അത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകലിൽ എന്ത് ചെയ്യും? 12 റക്അത്ത് നിസ്കരിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു എന്നുള്ളതിന്റെ തെളിവ് നമുക്ക് കിട്ടി. അപ്പൊ നബി അത് ചെയ്തു. ഇനി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസാണോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കാനുള്ളത്. ഖാസല്ല. പതിവായി വിത്ർ നിസ്കരിക്കുന്ന ഒരാൾക്ക് അത് നഷ്ടപ്പെട്ടാൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? അത് പകലിൽ നിസ്കരിക്കാം. അത് ഈ ഹദീസുകളെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥത്തിൽ നൈലുൽ അവ്താറിൽ അദ്ദേഹം പറഞ്ഞു, വൽ ഹദീസു യദുല്ലു അലാ മശ്റൂഇയ്യത്തി ഖളാഇൽ വിത്രി ഇദാ ഫാത്. അദ്ദേഹം പറഞ്ഞത് വൽ ഹദീസു, ഈ ഹദീസ് യദുല്ലു, അത് അറിയിക്കുന്നു, അലാ മശ്റൂഇയ്യത്തി, ശറഅ് പഠിപ്പിച്ചതാണ്, ശറഅ് അനുവദിച്ചതാണ്. എന്ത്? ഖളാഉൽ വിത്രി ഇദാ ഫാത, പിന്നെ വിത്ർ നമസ്കാരം നഷ്ടപ്പെട്ടാൽ അത് ഖളാ ആക്കാം. അത് ശറഅ് അംഗീകരിച്ചതാണ് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസ് ആണ് എന്നല്ല പറഞ്ഞത്, അങ്ങനെ ചെയ്യാം, എല്ലാവർക്കും അത് ജായിസാണ്. കാരണം അതിന്റെ ശ്രേഷ്ഠത അത്രത്തോളം ഉണ്ട്. അപ്പൊ ഒരാൾക്ക് അത് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം? പകലിൽ ഒരാൾക്കത് നിർവഹിക്കാവുന്നതാണ്. ഇനി ഇതേ ചോദ്യം ലജ്നത്ത് ദായിമിയോട് ചോദിച്ചു. എന്ത്? ഒരാള് ഇങ്ങനെ നിസ്കരിക്കാതെ ഒരാള് രാത്രി ഉറങ്ങിപ്പോയി, അവൻ നാമ, ഒരാൾ ഉറങ്ങി, വലം യൂത്തിർ, അയാളെ വിത്റാക്കിയിട്ടില്ല, ഫമാദ അലൈഹി, അയാൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് അവര് കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? കൊടുക്കുന്ന മറുപടി, ലജ്നത്ത് ദായിമ കൊടുക്കുന്ന മറുപടി, മൻ നാമ വലം യൂത്തിർ, ഒരാൾ ഉറങ്ങിപ്പോയി, അയാളെ വിത്റാക്കിയിട്ടില്ലെങ്കിൽ, ഖാസിദൻ അൽ ഖിയാം ആഖിറുൽ ലൈലി വഗലബഹു അന്നൗം, അയാളെ മനസ്സിൽ നിയ്യത്തുണ്ടായിരുന്നു രാത്രിയുടെ അവസാന ഭാഗത്ത് വിത്റാക്കാം എന്ന നിയ്യത്ത് അയാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ ഉറങ്ങിപ്പോയെങ്കിൽ അത് പറയുന്നു ഫഇന്നഹു യശ്റഉ ലഹു ഖളാഉൽ വിത്ർ, അവനെന്താണ്? ആ വിത്ർ അവന് ഖളാ ആക്കാം. അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്, ശറഅ് അംഗീകരിച്ചതാണ് എന്നർത്ഥം. അപ്പൊ ലജ്നത്ത് ദായിമയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അവരും അതിന് കൊടുത്ത മറുപടി എന്താണ്? ആ വിത്ർ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അത് ഖളാ ആക്കാം. ഇത് ലജ്നത്ത് ദായിമയുടെ മാത്രം മറുപടിയല്ല, ആ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരും ഇത് ജായിസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഇതേ ചോദ്യം ചോദിച്ചു. അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി, മൻ ഫാതഹുൽ വിത്ർ, ഒരാൾക്ക് വിത്ർ നഷ്ടപ്പെട്ടു, മൻ ഫാതഹ നഷ്ടപ്പെട്ട, മൻ ഫാതഹുൽ വിത്ര, ഒരാൾക്ക് വിത്ർ നഷ്ടപ്പെട്ടാൽ ഫിൽ ലൈലി, രാത്രിയിൽ, ഫഇന്നഹു യഖ്ളി ഫിൻ നഹാരി, അവൻ എന്ത് ചെയ്യണം? പകലിൽ അയാൾക്ക് അതെന്ത് ചെയ്യാം? ഖളാ ആക്കാം. അതിന് വിരോധമൊന്നും ഇല്ല. പിന്നെ അത് കൂടുതൽ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമല്ല, അത് പണ്ഡിതന്മാരൊക്കെ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതാണ്ട് വിശദീകരണങ്ങളിലൊക്കെ ഷെയ്ഖ് ഫൗസാൻ, ഷെയ്ഖ് ഇബ്നു ബാസ് എല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, വിത്ർ നമസ്കാരം അതൊരാൾക്ക് നഷ്ടപ്പെട്ടാൽ അത് പതിവായി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രോഗം, ഉറക്കം, മറ്റെന്തെങ്കിലും
കാരണം കൊണ്ട് ഉദുറ് കൊണ്ട് അയാൾക്കത് നഷ്ടപ്പെട്ടാൽ അയാൾക്കത് പകലിൽ അത് ഖളാ ആക്കുന്നതിന് വിരോധമില്ല, അത് ജായിസാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ പറഞ്ഞു, പണ്ഡിതന്മാർ അതിന് കൊടുത്തിട്ടുള്ള വിശദീകരണം പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അയാൾ നിസ്കരിക്കേണ്ടത് ളുഹറിന്റെ മുമ്പായിരിക്കണം. ളുഹയുടെ സമയം എന്നുള്ളതാണ് പണ്ഡിതന്മാർ അതിന് സമയം വെച്ചിട്ടുള്ളത്. അത് ഏത് സമയത്തും അയാൾക്ക് വിത്ർ നഷ്ടപ്പെട്ടു, അയാളത് അസർ നിസ്കരിച്ചിട്ട് നിസ്കരിക്കാം, അല്ലെങ്കിൽ അന്ന് രാത്രി, അത് പറ്റൂല. അത് കൃത്യമായി സമയം പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഫജറിന് ശേഷം ആ ളുഹയുടെ സമയത്ത് ളുഹറിന്റെ മുമ്പായിട്ട് അത് നിസ്കരിച്ചോളണം, നഷ്ടപ്പെട്ടത് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒന്ന്, അയാള് ഒറ്റയാക്കരുത്, ഒറ്റയാക്കാൻ പാടില്ല. അയാളത് ചെയ്യണം, ഇരട്ടയാക്കണം. അതായത് ഒന്ന് നിസ്കരിക്കുന്ന വിത്തർ സാധാരണ ഒന്നാണ് ഒരാൾ നിസ്കരിച്ചിരുന്നതെങ്കിൽ അയാളൊന്ന് മറന്നുപോയി. അയാൾ പകല നിസ്കരിക്കുമ്പോൾ അയാൾ 2 നിസ്കരിക്കണം, 1 നിസ്കരിച്ചാൽ പോലെ. 3 നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ 4 നിസ്കരിക്കണം. 5 നിസ്കരിക്കുന്ന ആളാണെങ്കിൽ 6 നിസ്കരിക്കണം. 7 വിത്തറാക്കുന്ന ആളാണെങ്കിൽ അയാൾ 8 നിസ്കരിക്കണം. ഇരട്ടയാക്കണം എന്നർത്ഥം. കാരണം അയാൾ പകല് നിസ്കരിക്കുക. ഇത് രണ്ടും പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവ് കൂടി കേട്ടോ. ഇത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? നേരത്തെ നമ്മൾ വായിച്ച ലജ്നത്ത് ദായിമ, അവര് പറഞ്ഞു ഖളാ ആക്ക, അതിന് വിരോധമൊന്നുമില്ല. അതിന്റെ കൂടെ അവര് പറഞ്ഞു ഖളാ ആക്കേണ്ട സമയം പറഞ്ഞു ഫീ വഖ്തിൽ ളുഹ. നേരത്തെ നമ്മൾ വായിച്ചല്ലോ, അതിന്റെ ബാക്കിയാണ്. ഏത് സമയത്ത്? ളുഹ സമയത്ത്. തോന്നുമ്പോ സ്കരിച്ചാൽ പോരാ. ചില ആൾക്കാർക്ക് ഇങ്ങനെ വിത്തറ് പോകും, അവരത് ഒരു സ്കരിച്ചതിന് ശേഷം അസർ സ്കരിച്ചതിന് ശേഷം ഒക്കെ സ്കരിക്കും, പറ്റില്ല. അപ്പോ സമയം പറഞ്ഞു ലജ്നത്ത് ദായിമയുടെ ഫത്വയിൽ ഫീ വഖ്തിൽ ളുഹ, ളുഹ സമയത്ത് സ്കരിച്ചോളണം. എന്നിട്ടോ അവൻ എന്ത് ചെയ്യണം? വയശ്ഫഅഹു ബിറക്അ, ഒരു റക്അത്ത് കൊണ്ട് അവൻ അതിനെ ഇരട്ടിയാക്കണം. ഷഫാ ഇരട്ടിയാക്കണം. 1 സ്കരിക്കുന്ന ആള് അതിനെ 2 ആക്കണം. 3 സ്കരിക്കുന്ന ആള് 3 കൊണ്ട് വിത്തറാക്കുന്ന ആൾക്കാർ അതിനെ 4 ആക്കണം. അപ്പൊ അതിനെ ഇരട്ടിയാക്കണം എന്നുള്ളത് എന്റെ അഭിപ്രായമല്ല, ലജ്നത്ത് ദായിമ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ലജ്നത്ത് ദായിമയുടെ ഫത്വയിൽ മാത്രമല്ല, നേരത്തെ നമ്മള് ഷെയ്ഖ് ഉസ്തൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വ വായിച്ചല്ലോ. ആ ഫത്വയുടെ അവസാന ഭാഗത്തും ഇത് തന്നെയാണ് പറഞ്ഞത്. ഷെയ്ഖ് ഉസ്തൈമീന്റെ ഫത്വയിൽ നമ്മൾ പറഞ്ഞു ഒരാൾക്ക് അത് ഖളാ ആക്കാം. അത് പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് ഉസ്തൈമീൻ വിശദീകരിക്കുന്നത് വയജ്അലഹു ഷഫ്അ, അവൻ എന്ത് ചെയ്യണം? ആ നിസ്കാരത്തെ അവൻ ഷഫ്ആക്കണം, ഇരട്ടയാക്കണം. ഉണ്ടോ? ഇത്തറാക്കരുത്. അവൻ എന്ത് ചെയ്യണം? അവന് ഇരട്ടയാക്കണം. എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖളാക്കിയ ഹദീസ് വായിച്ചല്ലോ. അതിലെത്രയാ പറഞ്ഞ്? 12 പറഞ്ഞു. ആ ഹദീസിനെ വിശദീകരിച്ചിട്ടാണ് പണ്ഡിതന്മാരെ പറഞ്ഞത്. നമ്മൾ നേരത്തെ ഹദീസ് വായിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകൽ നിസ്കരിക്കും 12 എന്ന് പറഞ്ഞാൽ 12 റക്അത്ത്. അപ്പൊ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിം അത് വിശദീകരിച്ചു. എന്താക്കണം? അവനതിനെ ഇരട്ടയാക്കിയിട്ട് നിസ്കരിക്കാണ് വേണ്ടത്. ഇതേ ചോദ്യം തന്നെ ആരോട് ചോദിച്ചു? ഷെയ്ഖ് ഫൗസാൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതേ ചോദ്യം ചോദിച്ചു. എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം അതിന് കൊടുത്ത മറുപടി ഇതാ ഫാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടാൽ വിത്തറഹു, അവന്റെ വിത്തർ മിനൽ ലൈലി, രാത്രിയിൽ അത് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യാം? അവനത് ഖളാക്കാം. മാ ബൈന ഇർതിഫാഇ ശംസി ഇലാ സവാലി ശംസി ഫിൽ ളുഹ, അതിന്റെ സമയം പറഞ്ഞു. അതായത് ളുഹ സമയത്ത് അതിന്റെ സമയങ്ങൾ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു വയശ്ഫഅഹു ഇദാ കാന യൂതിർ ബിഹിദാ ശറക, അവൻ 11 റക്അത്ത് കൊണ്ട് വിത്റാക്കുന്ന ആളാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അതിനവൻ ഇരട്ടയാക്കണം. ഫൈനഹു യജ്അലഹ ഫിൽതി അശറത റക്അ, ആ 11 അവൻ എന്താക്കണം? 12 ആക്കണം. ഇതെല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ ഇത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഏതാണ്ട് എല്ലാ ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോടും ഇതേ ചോദ്യം ചോദിച്ചു, അദ്ദേഹം ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി കൂടുതൽ വിശദീകരിക്കണ്ട. അപ്പൊ അതാണ് ഇത്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അപ്പോ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഖളാക്കാം, അത് ജായിസാണ്. ഖളാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ളുഹ സമയത്ത്, ളുഹറിന്റെ മുമ്പായിട്ട് എന്താക്കിക്കൊള്ളണം? ഖളാക്കിക്കൊള്ളണം.
അവന്റെ ഒറ്റ രാത്രി നിസ്കാരം ഒറ്റയിലാണ് അവസാനിപ്പിക്കുന്നതെങ്കിൽ പകലിൽ അവൻ നിസ്കരിക്കുന്ന നിസ്കാരം ഇരട്ടയാക്കണം. ആ 3 കാര്യങ്ങൾ, ആ 3 പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലാവില്ല. ഇനി അതിൽ വരുന്ന മറ്റൊരു വിഷയം, ഇങ്ങനെ ഒരാള് വിത്തറാക്കിയതിനു ശേഷം അയാളെ രാത്രി എഴുന്നേറ്റു. ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് വിത്തറാക്കിയിട്ട് കിടന്നുറങ്ങി. പിന്നെ അയാള് രാത്രി എഴുന്നേറ്റു, അല്ലെങ്കിൽ സുബഹിന്റെ തൊട്ട് മുമ്പ് എഴുന്നേറ്റു. പിന്നീട് അയാൾക്ക് നിസ്കരിക്കാൻ പറ്റും. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, നിസ്കരിക്കാം എന്നുള്ളതാണ്. അതിൽ അങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എന്ത് വന്നിട്ടുണ്ട്? വളരെ കൃത്യമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ രാത്രി നമസ്കാരം, രാത്രിയുടെ അവസാന നിസ്കാരം നിങ്ങൾ എന്താക്കണം? അത് ഒറ്റയാക്കണം എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ്. ആ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്ര, നിങ്ങൾ രാത്രി നിസ്കരിക്കുന്ന നിസ്കാരം അതിന്റെ അവസാനം നിങ്ങൾ എന്താക്കണം? ഒറ്റയാക്കണം. ഒറ്റ കൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. രാത്രി നിസ്കാരം 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 7 അങ്ങനെ. അപ്പൊ ഇതാണ് ഹദീസ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ വെച്ചാല്, വിത്തർ ഒരാൾ നിസ്കരിച്ചാൽ പിന്നെ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ ആ ധാരണ നമ്മൾ തിരുത്തണം. ഒരാളെ വിത്തർ നിസ്കരിച്ചു, അയാളെ കിടന്നുറങ്ങി, പിന്നെ അയാള് എണീറ്റു, അയാൾക്ക് എന്താ ചെയ്യാം? അയാൾക്ക് നിസ്കരിക്കുന്നത് ജായിസാണ്. അയാൾക്ക് നിസ്കരിക്കാം, 2 നിസ്കരിക്കാം, 4 നിസ്കരിക്കാം, 6 നിസ്കരിക്കാം, 8 നിസ്കരിക്കാം. അയാൾ ഉദ്ദേശിക്കുന്നത്ര അയാൾക്ക് നിസ്കരിക്കാം. അതിനൊരു വിരോധമല്ല. അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങള്, 2 വിത്തർ ഉണ്ടാകരുത്. ഒരു കാരണവശാലും 2 വിത്തർ ആക്കരുത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിന്റെ മുമ്പ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വിത്തറാക്കിയതിന് ശേഷം ഒരാൾക്ക് 2 നമസ്കരിക്കാം അല്ലെങ്കിൽ ഒരാൾക്ക് സുന്നത്ത് നിസ്കരിക്കാം എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? നമുക്ക് തെളിവ് വേണമല്ലോ. തെളിവ് ആ വിഷയത്തിൽ സ്വഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്തർ നിസ്കരിച്ചതിന് ശേഷം 2 റക്അത്ത് ഇങ്ങനെ സുന്നത്ത് നിസ്കരിച്ചിരുന്നു. ഇരുന്നുകൊണ്ട് നിസ്കരിച്ചു എന്ന ഹദീസുണ്ട്, നിന്നുകൊണ്ട് നിസ്കരിച്ചിരുന്നു എന്നുള്ളതുണ്ട്. അത് പല റിവായത്തുകളിലൂടെ വന്നിട്ടുണ്ട് ആ ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്നിട്ടുണ്ട്, അബൂ ഉമാമ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുണ്ട്. പല ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. വിത്തറിന് ശേഷം ഒരാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് സുന്നത്ത് നിസ്കരിക്കാം, അത് ജായിസാണ് എന്നുള്ളതിന് തെളിവ്. അപ്പൊ അത് ഹറാമാണ്, വിദേഹത്താണ് എന്നുള്ളതാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഹറാമും അല്ല, വിദേഹത്തും അല്ല, അത് ജായിസാണ്. അതിന്റെ തെളിവ് കേട്ടോ. 1, അബൂ സലമ അവര് പറയണേ, ഞാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെ കുറിച്ച്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിനെ വിശദീകരിച്ചു കൊടുത്തു. കാന യുസല്ലി 13 റക്അ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 നിസ്കരിക്കാറുണ്ടായിരുന്നു. യുസല്ലി 8 റക്അത്തിൻ സുമ്മ യൂത്തിറു, 8 നിസ്കരിക്കാറുണ്ടായിരുന്നു, പിന്നെ വിത്തറാക്കും. അതായത് 13 എന്നുള്ളത് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്താണെന്നുള്ളത് ഒരു റിവായത്തിൽ വന്നിട്ടുണ്ട്. ഇശാക്ക് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തും കൂടിയിട്ടാണ് 13 എന്നുള്ളത് വേറെ റിവായത്തിലൊക്കെ വന്നിട്ടുണ്ട്. അത് വേറൊരു വിഷയം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് യുസല്ലി 8 റക്അത്തിൻ സുമ്മ യൂത്തിറു, ഇങ്ങനെ 8 നിസ്കരിക്കും, പിന്നെ വിത്തറാക്കും. സുമ്മ യുസല്ലി റക്അത്തൈനി വഹുവ ജാലിസുൻ. അപ്പൊ ഈ ഹദീസിൽ എന്ത് പറഞ്ഞു? പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു, വഹുവ ജാലിസുൻ, ഇരുന്നു കൊണ്ട്. അപ്പൊ ഇത് വിത്തറാക്കിയതിന് ശേഷമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു? ആ വിത്തറിന് ശേഷം ഇരുന്നു കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്.
അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് കിട്ടി. വിത്തറിന് ശേഷം 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ഇത് ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. ഇതേപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവര് പറയുന്നു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി നമസ്കരിക്കാറുണ്ടായിരുന്നു ബഅദൽ വിത്രി വിത്തറിന് ശേഷം റക്അത്തൈനി 2 റക്അത്ത് ഉണ്ടോ. വിത്തറിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇത് റിപ്പോർട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. ഇതേപോലെ തന്നെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ആ വിത്തർസ്കാരത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇങ്ങനെ പിന്നെ വിത്തറാക്കും, എന്നിട്ട് എന്ത് ചെയ്യും, വസല്ല റക്അത്തൈനി ആ വിത്തറിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കും. വഹുവ ജാലിസുൻ ഇരുന്നു കൊണ്ട് ആ 2 റക്അത്തിൽ ഇദാ സുൽസില ഓതും, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതും. വിത്തറിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരത്തിൽ. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ. ഇതൊക്കെ സ്വഹിയായിട്ടുള്ള ഹദീസുകളാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ളത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാൾക്ക് വിത്തർസ്കരിച്ചാൽ എന്ത് ചെയ്യുക, അയാൾക്ക് ജായിസാണെന്ന് അർത്ഥം. അത് ഹറാമല്ല, അത് ബിദ്അത്തല്ല. ഇനി ഈ ഹദീസുകളെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കൂടി മനസ്സിലാക്കണം. ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു വൽ വിത്റു ആഖിറുൽ ലൈലി അഫ്ളൽ, വിത്ർ നമസ്കാരം രാത്രിയുടെ അവസാന ഭാഗത്ത് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. വമൻ ഔതറ അവ്വലുഹു ഫഹസൻ, ഒരാള് ആദ്യ ഭാഗത്ത് വിത്തറാക്കിയാൽ അത് നല്ലതാണ്. വസ്സലാത്തു ബഅദൽ വിത്രി ജായിസുൻ, കണ്ടോ, വിത്തറിന് ശേഷമുള്ള നിസ്കാരം അത് ജായിസാണ്. അവിടെ 2 വിത്തറാക്കരുത്. ഒരാളെ വിത്തസ്കരിച്ച് കടന്നുറങ്ങി, പിന്നെ അയാളെ നിസ്കരിക്കുമ്പോ വിത്തറാക്കരുത്. കാരണം അത് ഹദീസിൽ വന്നിട്ടുണ്ട്, ലാ വിത്തറാനി ഫീ ലൈലത്ത്, ഒരു രാത്രിയിൽ 2 വിത്തർ പാടില്ല. അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇബ്നു ഹസം ഈ ഹദീസുകളെ വിശദീകരിച്ചിട്ട് പറഞ്ഞു വസ്സലാത്തു ബഅദൽ വിത്രി, വിത്തറിന് ശേഷമുള്ള നിസ്കാരം അത് ജായിസത്തുൻ ജായിസാണ്. വലാ യുഈദു വിത്തറൻ ആഖർ, എന്ത് ചെയ്യരുത്, വിത്തർ ആവർത്തിക്കരുത്. ഒരാൾക്ക് ഈ രണ്ട് ഇതായിട്ട് നിസ്കരിക്കാം. മാത്രമല്ല ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, നേരത്തെ നമ്മൾ വായിച്ച മുസ്ലിമിന്റെ ഹദീസ് ഉണ്ടല്ലോ, ആ മുസ്ലിമിന്റെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് നബിക്ക് മാത്രം ഖാസല്ല, ആ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് ജായിസാണ് എന്നുള്ളത്. വിത്തറിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് ജായിസാണ്. പക്ഷെ അവിടെ 2 വിത്തർ ആക്കരുത്. ഈ രണ്ടിട്ട് നിസ്കരിക്കാം, പിന്നെ ഒറ്റയ്ക്ക് അവസാനിപ്പിക്കുന്ന അർത്ഥം. ആ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അന്ന ഹാത്തൈനി റക്അത്തൈനി ഫഅലഹുമാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ വിത്രി ജാലിസൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള വിത്റിന് ശേഷമുള്ള 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതെന്തിനാണ് ചെയ്തത്? ലി ബയാനി, അത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജവാസി സ്വലാത്തി ബഅദൽ വിത്രി, വിത്റിന് ശേഷം നമസ്കാരം ജായിസാണ് എന്നത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്ത് കാണിച്ചു തന്നത്. ഇമാം നവവിന്റെ വ്യാഖ്യാനാണ്. അത് ഹറാമല്ല, വിദഗ്ധമല്ല, ചെയ്യൽ ജായിസാണ്. കാരണം ചിലപ്പോൾ നമ്മൾ നേരത്തെ വിത്തറാക്കിയിട്ട് കിടക്കും. അപ്പോ റമളാനിലൊക്കെ അങ്ങനെ സംഭവിക്കലുണ്ട്. അപ്പൊ അയാളെ രാത്രി എണീറ്റു, സുബഹിന്റെ തൊട്ടുമ്പോ അയാളെ എണീറ്റു, അയാൾക്കാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാം, 4 നിസ്കരിക്കാം, 6 ഒക്കെ നിസ്കരിക്കാം. പക്ഷെ പിന്നെ വിത്തറാക്കാൻ പാടില്ല. അപ്പൊ അത് ജായിസാണ് എന്നുള്ളതിനാണ് ആ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇമാം നബി പിന്നീട് പറയുന്നത് ബയാനി ജവാസി അന്നഫുൽ ജാലിസൻ, ഇരുന്നു കൊണ്ട് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതിനും ഹദീസിൽ തെളിവുണ്ട്. വലം യുവാദിബു അലാ ദാലിക ബൽ ഫഅലഹു മറത്തനോ മറാത്തിൻ ഖലീല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പതിവായി ചെയ്തിട്ടില്ല, 1 2 അല്ലെങ്കിൽ കുറച്ചോ പ്രാവശ്യം അത് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വിശദീകരിച്ചിട്ട് പിന്നെ വേറെ കുറെ കാര്യങ്ങൾ അങ്ങനെ വിശദീകരിച്ചിട്ട് പോണ ഇമാം നബി. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇമാം നബി കൊണ്ടുവന്നത് എന്താണ്? വിത്തറിന് ശേഷം സുന്നത്ത് നിസ്കരിക്കൽ ജായിസാണ് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിന്റെ വേറെയും തെളിവുകളുണ്ട്. ആ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അതാണ്. അതിൽ വേറെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇമാം അഹ്മദ്, തുർമുദി, അബൂദാവൂദൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഖൈസ് ഇബ്നു തുൽഖ് റളിയല്ലാഹു അൻഹു നിന്നിട്ടുള്ള സംഭവം. അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ധരിക്കുന്ന ഒരു സംഭവമാണ്. ആര്? ഖൈസ് ഇബ്നു തുൽഖ്. അദ്ദേഹം പറയണ, എന്റെ പിതാവ്
ഞങ്ങളുടെ അടുത്ത് സാറന തുൽഖ് ബിനു അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റമദാനിൽ ഞങ്ങളുടെ അടുത്ത് വന്നു. വാംസ ഇന്ധന, അങ്ങനെ അന്ന് ഞങ്ങളുടെ അടുത്ത് കൂടി. വാഫ്തറ, നോമ്പൊക്കെ ഞങ്ങളുടെ അടുത്ത് നിന്നാണ് തുറന്നത്. സുമ കാമ ബിന അല്ലയില, അന്ന് രാത്രി ഞങ്ങൾക്ക് തറാവീന് നിന്നത്, രാത്രി നിസ്കാരത്തിൽ നിന്നത് അദ്ദേഹമാണ്, തുൽഖ് ബിനു അലിയാണ്. വൗത്തറ ബിന, അദ്ദേഹം ഞങ്ങളുമായിട്ട് വിത്തറാക്കിയിട്ട് നിസ്കരിച്ചു. സുമ്മൻ ഹദറ ഇല മസ്ജിദി, പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്തുള്ള പള്ളിയിലേക്ക് പോയി. ഫസല്ല ബി അസ്ഹാബി, എന്നിട്ട് അദ്ദേഹം അവരുടെ ആളുകളുമായിട്ട് നിസ്കരിച്ചു. ഇമാം എന്നിട്ട് നിസ്കരിച്ചു. നിസ്കരിക്കാം, വേറെ ഒരുപാട് തെളിവുകളുണ്ട്. ഒരട്ടം നിസ്കരിച്ചു, പിന്നെ അത് പോയിട്ട് പിന്നെ നിസ്കരിക്കാം, അപ്പൊ അത് വേറെ വിഷയം. അങ്ങനെ തുൽഖ് ബിൻ അലി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പള്ളിയിൽ പോയിട്ട് പിന്നെ നിസ്കരിച്ചു. ഫസല്ല ബി അസ്ഹാബി, ആളുകൾക്ക് ഇമാമായിട്ടാണ് നിസ്കരിക്കുന്നത്. ഹത്താ ഇദാ ബഖിയൽ വിത്ർ, രാത്രി നിസ്കാരമാണ്. അവിടെ തറാവി കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ട് രാത്രി നിസ്കാരം. അങ്ങനെ വിത്തറായപ്പോ അദ്ദേഹം പറഞ്ഞു, ഇനി ഒക്കെ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് വിത്തറാണ്. ഖദ്ദമ റജുലൻ, അദ്ദേഹം ഒരാളെ മുമ്പ് നിർത്തി. വിത്തറിന്റെ സമയപ്പോ ഒരാളെ മുന്നിക്ക് നിർത്തി. കാല അദ്ദേഹം പറഞ്ഞു, ഔത്തിർ ബി അസ്ഹാബിക, ഇവരെ കൊണ്ട് വിത്തറാക്കി നിസ്കരിക്കാറുണ്ട്. അദ്ദേഹം മാറിയുന്നു, വേറൊരാളെ വിളിച്ചിട്ട് അയാളോട് വിത്തറാക്കാൻ വേണ്ടി പറഞ്ഞു. ഫൈനി സമയത്തു, എന്നിട്ട് അതിന്റെ കാരണം വിശദീകരിച്ചു കൊടുത്തു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈനി സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, ലാ വിത്റാനി ഫീ ലൈലത്തിൽ, ഒരു രാത്രിയിൽ 2 വിത്റില്ല എന്ന ഹദീസും പറഞ്ഞു കൊടുത്തു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വിത്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവരോട് കൂടെ വന്നിട്ട് വീണ്ടും ഇവർക്ക് ഇമാമായിട്ട് നിസ്കരിക്കുന്നു. വിത്തറിന്റെ സമയത്ത് മാറിയുന്നു, എന്നിട്ട് അവരോട് വിത്തറാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നിസ്കരിക്കാം, വിത്തറിന് ശേഷം നിസ്കരിക്കാം എന്നുള്ളതിന്റെ തെളിവ് കിട്ടി. എന്നാൽ പിന്നീട് വിത്തറ് ആവർത്തിക്കരുത് എന്നുള്ളതിനും തെളിവ് കിട്ടി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്ത്? ലാ വിത്തറാനി ഫീ ലൈലത്തിൽ, രാത്രിയിൽ എന്തില്ല? 2 വിത്തറില്ല. വളരെ ക്ലിയർ ആണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞു, സ്വഹാബത്തിന്റെ നടപടിക്രമം പറഞ്ഞു, പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളും പറഞ്ഞു. ഇനി ലജ്നത്ത് ദായിമയോട് ഈ വിഷയത്തിലൊരു ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ലജ്നത്ത് ദായിമയോടുള്ള ചോദ്യം എന്താണ്? ആ ചോദ്യം കൂടി നമ്മൾ വായിക്കണത് നല്ലതാണ്. ഒരാൾ ചോദിക്കാണ്, ഞാൻ തറാവി നിസ്കാരം ഇമാമിന്റെ കൂടെ പതിവായി നിസ്കരിക്കലുണ്ട്, എന്നാൽ മാ അദാ സ്വലാത്തുൽ വിത്ർ, വിത്ർ ഞാൻ നിസ്കരിക്കലില്ല. ഇമാമിന്റെ കൂടെ ബാക്കിയൊക്കെ നിസ്കരിക്കും, വിത്ർ നിസ്കരിക്കൂല. അത്റുഖുഹ ഹത്താ ഉസല്ലിഹ ഖബ്ലാൻ അനാമ, ഞാൻ എന്ത് ചെയ്യും? വിത്ർ നിസ്കരിക്കാതെ പോരും, എന്നിട്ട് ഉറങ്ങുന്നതിന്റെ മുമ്പ് എനിക്ക് നിസ്കരിക്കാലോ, പിന്നെ രാത്രി നിസ്കരിക്കാലോ എന്നുള്ള രൂപത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ വിത്ർ ഇമാമിന്റെ കൂടെ നിസ്കരിക്കാതെ ഞാൻ പോരും. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, ഇതിലേതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? ഇതിലെ എന്താണ് ചെയ്യേണ്ടത്? ഇത് അനുവദനീയമാണോ? അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം, വിശദമായിട്ടുള്ള ചോദ്യം. അതിന് ലജ്നത്ത് ദായിമ കൊടുക്കുന്ന മറുപടി, അൽ അഫ്ദലു, ഏറ്റവും ശ്രേഷ്ഠമായതാൻ തക്മുല സ്വലാത്തു തറാവിഹി വൽ വിത്ർ മഅൽ ഇമാമി ഈ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് തറാവീഹ് നിസ്കാരവും വിത്റും ആ ഇമാമിന്റെ കൂടെ തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ലജ്നത്ത് ദായിമയുടെ ഉത്തരം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് തറാവീഹ് നിസ്കരിക്കുക, ആ ഇമാമിന്റെ കൂടെ തന്നെ ആ വിത്റും നിസ്കരിക്കലാണ് അഫ്ദൽ, അൽ അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ തെളിവ് അവരൊരു ഹദീസ് കൊടുത്തു, മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈൽ എന്ന ഹദീസ് അതിന് തെളിവായിട്ട് കൊടുക്കുകയാണ്. ഒരാൾ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു, ആ ഇമാമ നമസ്കാരത്തിൽ നിന്ന് സലാം വിട്ടുന്നത് വരേക്കും അവൻ ആ രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം പൂർണ്ണമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടു. പിന്നെ അത് പ്രശ്നമല്ലല്ലോ, രാത്രി നിസ്കാരത്തിന്റെ കൂലി കിട്ടിയ പോലെ. അത് ആ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ അതിനെന്തായി? അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് കിട്ടി നടത്താം. അപ്പൊ ആ വിത്തറടക്കം ആ ഇമാമിന്റെ കൂടെ തറാവി നിസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ ആ വിത്തറടക്കം നിസ്കരിക്കുന്നതാണ് അഫ്ളൽ. എന്നിട്ട് അവർ പറഞ്ഞു, വൈദ അറത്താൻ തുസല്ലിയ ബഅദ ദാലിക മിനൽ ലൈലി, എന്നാൽ അതിനുശേഷം ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു, വിത്തറാക്കി നിസ്കരിച്ചു, പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം നീ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ രാത്രിയിൽ ഫസ്വല്ലിമാ ശിഅത, നീ ഉദ്ദേശിക്കുന്നത് നിസ്കരിച്ചു, അതിന് നിനക്കൊരു വിരോധമല്ല. നീ അങ്ങനെ വിത്തറാക്കി പിന്നെ രാത്രി നിസ്കരിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഫസ്വല്ലി മാ ശിഅത, നീ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്ര നീ നിസ്കരിച്ചോ. പക്ഷെ വലാ തുകദ്ദിർ അൽ വിത്ര, വിത്തർ ആവർത്തിക്കരുത്. എന്താണ് അവിടെ പോയിന്റ്? വിത്തർ
ആവർത്തിക്കരുത്. വിത്തർ ആവർത്തിക്കരുത്. ബൽ തക്തഫി ബിൽ വിത്രില്ലദീ സല്ലൈതഹു മഅൽ ഇമാം. ആ ഇമാമിന്റെ കൂടെ നിസ്കരിച്ച ആ വിത്തർ ഉണ്ടല്ലോ, ആ വിത്തർ നിനക്ക് മതി. ഇനി എന്താ നിനക്ക് ഉദ്ദേശിക്കുന്ന അത്ര നിസ്കരിച്ച, പക്ഷെ എന്താക്കരുത്, വിത്തറാക്കരുത്. 2, 4, 6, 8 അത്ര നിസ്കരിക്കാം, പക്ഷെ വിത്തറാക്കരുത്. ഇതാണ് ലജ്നത്ത് ദായിമത്തിന് കൊടുക്കുന്ന ഈ ചോദ്യത്തിന് അവർ കൊടുത്ത മറുപടി. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതേപോലൊരു ചോദ്യം. അതിൽ ചോദ്യം എന്താ അറിയോ? ഒരാള് തറാവി നിസ്കരിച്ചു, വിത്തറ് നിസ്കരിച്ചു. സുമ ഖറജ ഇലാ മൻസിലി, പിന്നീട് അയാളെ വീട്ടിലേക്ക് പോയി. സുമ ദഹബ ഇലാ അഹദിൽ മസാജിദി ലിസ്തിമാ ഇഹ്ദൽ മുഹാദറാത്തി. പിന്നെ അയാളെ സംശയം ഏതാണെന്ത്, ഒരു പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ പോയി. അപ്പൊ അയാളെ ചോദ്യം ഇതാണ്, എനിക്ക് തഹിയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ അയാളെ മനസ്സിൽ സംശയം ഉണ്ടാകാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ എന്ത്, ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ലൈല അൽ വിത്തറ, നിങ്ങളുടെ രാത്രി നിസ്കാരത്തിൽ അവസാനത്തെ നിസ്കാരം അത് അവസാനിപ്പിക്കേണ്ടത് വിത്തറാക്കിക്കൊണ്ടായിരിക്കണം. അപ്പൊ അയാളെ വിത്തർ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അയാളെ സംശയം, ഇനി ആ പള്ളിയിൽ കയറിയാല് തയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമെന്നാ. കാരണം രാത്രിയിലെ അവസാന നിസ്കാരം വിത്തറല്ല, അയാൾ വിത്തറാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ആ പള്ളിയിൽ കയറിയിട്ട് തയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഇതാണ് അയാളുടെ സംശയം. അതിന് ഷെയ്ഖ് ഉസൈമീൻ കൊടുത്ത മറുപടി, ഈ മസ്അല വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ്, ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്, ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ബിലൈലി വിത്തറ എന്ന ഹദീസുണ്ട്. എന്നിട്ട് ഷെയ്ഖ് ഉസൈമീൻ പറയുന്നു, ഹദീസ് ഉള്ളത് എന്താണ്? രാത്രിയിലെ നിങ്ങളുടെ അവസാനത്തെ നിസ്കാരം വിത്തറാക്കണം എന്നാണ്. വലം യഖുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല ലാ തുസല്ലു ബഅദൽ വിത്തർ, വിത്തറിന് ശേഷം നിങ്ങൾ നിസ്കരിക്കരുത് എന്നല്ലല്ലോ നബി പറഞ്ഞത്. വിത്തറിന് ശേഷം നിങ്ങൾ നിസ്കരിക്കരുത് എന്നല്ല നബി പറഞ്ഞത്. രാത്രിയിലെ നിങ്ങൾ നിസ്കാരം ഒറ്റയാക്കണം എന്നുള്ളതാ പറഞ്ഞത്. എന്നാൽ വിത്തറിന് ശേഷം നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് നബി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സംശയമൊന്നുമില്ല, പിന്നെ പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നിസ്കരിക്കാൻ പാടില്ല. ഷെയ്ഖ് ഉസൈമീൻ വിശദീകരിച്ചു കൊടുക്കുക. എന്നിട്ട് ഷെയ്ഖ് ഉസൈമീൻ പറയുന്നത് എന്താ വെച്ചാല്, അതുകൊണ്ട് നീ എന്ത് ചെയ്തോ, നീ വിത്തറാക്കി നിസ്കരിച്ചാൽ, ഫൈദാ ഖദ്ദറലക, നിനക്ക് സാധിച്ചാൽ, അൻ തുസല്ലി ബഅദ ദാലിക, അതിനുശേഷം നിസ്കരിക്കാൻ, ഫലാ ഹറജ, നിനക്കതിലെന്തല്ല, ഒരു തകരാറുമില്ല, ഒരു കുറ്റവും അതിനില്ല, ഒരു കുറ്റവും അതിനില്ല. അപ്പോ അതിന് വിരോധമില്ല എന്നുള്ളത് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് മറുപടി കൊടുത്തു, ഔത്തർത്ത ഫീ മസ്ജിദിക, നീ നിന്റെ പള്ളിയിൽ വെച്ചിട്ട് വിത്തറാക്കി നിസ്കരിച്ചു. സുമ്മ ദഹബ്ത ഇലാ മസ്ജിദിൻ ആഖർ, നീ മറ്റൊരു പള്ളിയിലേക്ക് പോയി. അപ്പൊ വജത്തന്നാസ യുസല്ലൂന ഇത് ദഖലമാഹും വസല്ലി, ആ പള്ളിയിൽ ചെന്നപ്പോ അവരും നിസ്കരിക്കുകയാണ്. നീ എന്ത് ചെയ്തോ, അവരുടെ കൂടെ നിസ്കരിച്ചോ? അപ്പൊ ഒരു പള്ളിയിൽ വിത്തറാക്കി നിസ്കരിച്ചു, അവിടെ നിന്ന് പോന്ന് വേറെ പള്ളിയിൽ നീ പോയി, അവർ നിസ്കരിക്കുകയാണ്, നീ അവരുടെ കൂടെ നിസ്കരിച്ചോ? ഫൈൻ ഔത്തറു, അവര് വിത്തറാക്കുമ്പോ എന്ത് ചെയ്യണം? ഫഖും ബഅദൽ വിത്രി, ആ വിത്തറിന്റെ സമയത്ത് നീ അവരുടെ കൂടെ കൂടരുത്, വിത്തർ ആക്കരുത്. വസല്ലി റക്അത്തൻ അക്മൽ യകൂന ശഫഅ, എന്താക്കണം, ഇരട്ടയാക്കണം. അപ്പൊ അവര് വിത്തർ നിസ്കരിക്കുമ്പോ എന്താക്കുക, നീ അത് വിത്തർമ നിർത്തരുത്, അത് ഇരട്ടയാക്കണം. കാരണം വിത്തർ എന്ത് ചെയ്തിട്ടുണ്ട്, നീ മുമ്പ് നിസ്കരിച്ചിട്ടുണ്ട്. ഈ അന്നക്ക അത് ഔത്തർത്ത മിൻ ഖബൽ, കാരണം നീ മുമ്പ് വിത്തറാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് എല്ലാ പണ്ഡിതന്മാരും ഇത് കൃത്യമായിട്ട് ഈ സംഗതി വിശദീകരിച്ചിട്ടുണ്ട്. ഇതിലൊരു വലിയൊരു തർക്കമല്ല നടത്തും. ലജ്നത്ത് ദായിമയുടെ ഒരുപാട് ഫത്വകൾ ഈ വിഷയത്തിലുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ഫൗസാൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, എന്ത്, 2 വിത്തറില്ല. അയാൾക്ക് നിസ്കരിക്കാം, 2, 4, 6, 8 ഒക്കെ ആൾക്ക് നിസ്കരിക്കാം, പക്ഷെ അയാള് വിത്തറാക്കരുത്. അതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ, വേറെ ചില ആളുകൾ അതിൽ ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട്. എന്ത് ചെയ്യും, ഇമാമിന്റെ കൂടെ വിത്തറാക്കും. എന്നിട്ട് എന്ത് ചെയ്യാ, പിന്നെ രാത്രി എഴുന്നേൽക്കുമ്പോ ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് ആ വിത്തറിനെ ഇല്ലാതാക്കുക. ഇയാൾ നിസ്കരിക്കുമ്പോ ഒരു റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് സലാം വിട്ടുക, എന്നിട്ട് ആ വിത്തറിനെ ഇല്ലാതാക്കുക. നഖീലുൽ വിത്തർ, ആ വിത്തറിനെ തകർക്കുക, വിത്തറിനെ ഇല്ലാതാക്കുക. എന്നിട്ട് അയാൾ ഇങ്ങനെ നിസ്കരിച്ചിട്ട് അവസാനം പിന്നെ വിത്തറാക്കും. അത് തെറ്റാ. അത്
എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. അത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. നഖീലുൽ വിത്തർ അത് പണ്ഡിതന്മാരെ അനുവദിച്ചിട്ടില്ല. അതായത് ഒരു ഇമാമിന്റെ കൂടെ വിത്തറാക്കി നിസ്കരിച്ച് വിത്തറാക്കി, എന്നിട്ട് പിന്നെ ആള് രാത്രി എഴുന്നേറ്റു, പിന്നെ ആൾക്ക് നിസ്കരിക്കണം തോന്നി. അപ്പൊ എന്ത് ചെയ്യാ, ഒരു റക്കായത്ത് കൂടി നിസ്കരിക്കാം. അപ്പൊ ആ വിത്തറാണ് പോയല്ലോ, അപ്പൊ ഇത് രണ്ടായല്ലോ. എന്നിട്ട് പിന്നെ കുറെ നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യാ, പിന്നെ വീണ്ടും വിത്തറാക്കുക. അത് ജായിസല്ല എന്നർത്ഥം. അത് പണ്ഡിതന്മാർ ഒരുപാട് ഫത്വകളിലൂടെ ആ സംഗതി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ഫത്വകളിലൂടെ. അതിലൊന്ന് ഹാഫിൽ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഇലാ ദാലിക ദഹബ അക്സർ ഉലമായി, ഉലമാക്കളിൽ അക്സറും അധിക പേരും പറഞ്ഞത് വഖാലു എന്താ പറഞ്ഞത്, ഇന്നമാൻ ഔത്തറ, ഒരാളെ വിത്തറാക്കി, അറാദ സ്വലാത്ത ബഅദ ദാലിക, അങ്ങനെ ആ വിത്തറിന് ശേഷം അയാൾ വീണ്ടും നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ലാ യൻഖുദു വിത്തറഹു, അവന്റെ വിത്തറിനെ അവൻ എന്താക്കരുത്, ഇല്ലാതാക്കരുത്. വൈസല്ലി ഷഫ്അൻ ഷഫ്അ, അവനെന്ത് ചെയ്യാ, രണ്ട് വീതം അവൻ നിസ്കരിക്കാം. മറ്റേ വിത്തറിനെ ഇല്ലാതാക്കരുത് എന്നർത്ഥം. ഇതേ ചോദ്യം ലജ്നത്ത് ദായിമയോട് ചോദിക്കുന്നുണ്ട്. അവരും അതിന് കൊടുക്കുന്ന മറുപടി അത് ജായിസല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന മറുപടി അത് പറ്റൂല എന്നുള്ളതാണ്. ഏതാണ്ട് പണ്ഡിതന്മാരൊന്നും അത് എന്ത് ചെയ്തിട്ടില്ല, അത് അനുവദിച്ചിട്ടില്ല. ഏത്, അതിലേക്ക് ഒന്നുകൂടി ചേർത്തിട്ട് ആ വിത്തറിനെ ഇല്ലാതാക്കുക എന്നുള്ളത് അനുവദിച്ചിട്ടില്ല എന്നർത്ഥം. അതിൽ ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ഒരു വാചകം അതിൽ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാല്, നഖ്ദുൽ വിത്തർ, ചില ആൾക്കാര് നഖ്ദുൽ വിത്തറാക്കുന്നുണ്ട്. എന്ത്, ഒരാളെ രാത്രി വിത്തറാക്കി, പിന്നെ അയാളെ തഹജ്ജുദിന് എണീറ്റു, എന്നിട്ട് വീണ്ടും അയാൾ എന്ത് ചെയ്യാ, ആ വിത്തറിനെ രണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റക്കായത്ത് കൂടി നിസ്കരിക്കുക. അങ്ങനെ ചില ആളുകൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറെ നിസ്കരിച്ചിട്ട് പിന്നെ അവർ വീണ്ടും വിത്തറാക്കും. ഷെയ്ഖ് ഹുസൈം അതിനെ സംബന്ധിച്ച് പറഞ്ഞു, വലാക്കിൻ ഹാദൽ ഖൗലു ദഈഫൻ, ഈ ഖൗലു ദഈഫാൻ വലൈസ ബിസ്വഹീഹ്, അത് ശരിയല്ല, അങ്ങനെ ചെയ്യേണ്ടതില്ല, അങ്ങനെ ചെയ്യുക എന്നുള്ളത് അത് സ്വഹീഹല്ല എന്നർത്ഥം. എന്നിട്ട് ആ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇജാലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്ര, അവസാനം നിങ്ങൾ രാത്രിയുടെ അവസാനത്തെ നിസ്കാരം നിങ്ങൾ വിത്തറാക്കണം, ഒറ്റയിൽ അവസാനിപ്പിക്കണം, അതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. എന്നാൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഈരണ്ട് വീതമായിട്ട് ഒരാൾക്ക് നിസ്കരിക്കാം, അതിന് വിരോധമല്ല എന്നർത്ഥം. അത് ഇവരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഇദാ ഖാമ ആഖിറുൽ ലൈലി, ഒരാളെ രാത്രിയുടെ അവസാന ഭാഗത്ത് എഴുന്നേറ്റു, യസ്റഹുല്ലാഹു ലഹു അൽ ഖിയാം സല്ലമ യസ്റഹുല്ലാഹു ലഹു സിൻതൈൻ, അപ്പോൾ ഒരാൾക്ക് നിസ്കരിക്കണമെന്ന് തോന്നി, അങ്ങനെ അയാൾക്ക് ഈരണ്ട് വീതം നിസ്കരിക്കുക, ഔ അർബഅൻ, അല്ലെങ്കിൽ 4 നിസ്കരിക്കുക, ഔ അക്സർ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുക, യുസല്ലിം മിൻ കുല്ലി സിൻതൈനി, ഓരോ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം അയാൾ എന്ത് ചെയ്യുക, അയാൾക്ക് സലാം വിട്ട. ഇതൊക്കെ എന്താണ്, വിത്തറിന് ശേഷമുള്ള നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ വലാ യഹ്താജു ഇലാ വിത്തർ, വേറൊരു വിത്തർ അയാൾക്ക് ആവശ്യമില്ല. അൽ അവ്വലു കാഫിൻ, അയാൾ ആദ്യം നിസ്കരിച്ച വിത്തർ അയാൾക്ക് മതി. വൽ അവ്വലു കാഫിൻ, അയാൾ ആദ്യം നിസ്കരിച്ച വിത്തർ അയാൾക്ക് മതി. ഈരണ്ട് വിധമായിട്ട് അയാൾക്ക് എത്ര നിസ്കരിക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞു, ലാ വിത്തറാനി ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ 2 വിത്തറില്ല എന്ന ഹദീസ് എടുത്തു കൊടുക്കുക. ഏതൊരു ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വയിൽ. അതേപോലെ തന്നെ ലജ്നത്ത് ദായിമ സഹാബികള്, അബൂബക്കർ സിദ്ദീഖ്, അമ്മാർ ഇബ്നു യാസിർ, അതേപോലെ തന്നെ ഒരുപാട് സഹാബികള്, അതേപോലെ തന്നെ താബീ പണ്ഡിതന്മാര്, അതേപോലെ തന്നെ തബൂ താബീങ്ങള്, അവരൊക്കെ ചെയ്ത നടപടി പറയുന്നുണ്ട്. അവരുടെയൊക്കെ നടപടിക്ക് എതിരാണ്, അതിന് തെളിവില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യേണ്ടതില്ല. ഒരാൾക്ക് എന്ത് ചെയ്യാം, ഈരണ്ട് വീതമായിട്ട് ഒരാൾക്ക് നിസ്കരിക്കാം. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ വിത്ർ നിസ്കരിച്ചു, അയാൾക്ക് പിന്നീട് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് ജായിസാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആ രാത്രിയുടെ അവസാന ഭാഗത്ത് സുബഹിന്റെ മുമ്പ് വിത്തറാക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ ഉറങ്ങൊന്ന് പേടിച്ചു, അയാൾ ആദ്യം തന്നെ വിത്തറാക്കി,
പിന്നെ അയാൾ എണീറ്റു, അയാൾക്ക് നിസ്കരിക്കണം എന്ന് തോന്നി. അത് ഹറാമല്ല ബിദ്അത്തല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹറാമല്ല ബിദ്അത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. ആ ഹദീസുകൾ പറഞ്ഞു. ആ ഹദീസുകളെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ജായിസാണ് എന്നുള്ള അർത്ഥത്തിലാണ്. എല്ലാ പണ്ഡിതന്മാരുടെയും ഫത്വകളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ രണ്ടായിട്ട് നിസ്കരിക്കാം. എന്നാൽ 2 വിത്തറാക്കാനും പാടില്ല. പിന്നെ വിത്തറാക്കേണ്ടതർത്ഥം. അത് ആണ് മൊത്തത്തിൽ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഹറാമോ ബിദ്അത്തോ ആവൂല എന്നർത്ഥം. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 3 വിത്തറാക്കുമ്പോ വരുന്ന ചെറിയൊരു അബദ്ധം, മഗ്രിബ് പോലെ ആക്കരുത് എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മഗ്രിബ് പോലെ നിസ്കരിക്കരുത്. ഏത് 3 റക്അത്ത് വിത്തറാക്കുമ്പോ. മഗ്രിബ് പോലെ എന്ന് പറഞ്ഞാൽ മഗ്രിബിൽ 2 തശഹുദ് ഉണ്ടാവും. ആ 2 തശഹുദ് വിത്തറിൽ വരാൻ പാടില്ല. മനസ്സിലായല്ലോ? ഒരാളിപ്പോ 3 കൊണ്ട് വിത്തറാക്കാണ്, അയാൾക്ക് 2 രൂപത്തിൽ അത് വിത്തറാക്കാം. ഒന്ന് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് പിന്നെ 1 റക്അത്ത് നിസ്കരിക്കാം. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. 2 രണ്ടാമത്തെ റക്അത്തില് ഇരിക്കാതെ 3 ഒരുമിച്ച് നിസ്കരിക്കുക, സലാം വീട്ടുക. ഈ 2 രൂപമാണ് അത് അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ മഗ്രിബ് പോലെ നിങ്ങൾ വിത്തർ നിസ്കരിക്കരുത് എന്നുള്ളത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടി അതിൽ ശ്രദ്ധിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. അപ്പൊ അത് വേറെ അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. 1-2 സംശയങ്ങൾ ചോദിച്ചത്. അതെ, പരിധി വെച്ചിട്ടില്ല. വിത്തറാക്കരുത് എന്നുള്ളതാണ് അവിടെ ഏറ്റു പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർക്കാവുന്നതാണ്. കാരണം ആളുകളുടെ മനസ്സിൽ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവുന്ന ചില സംശയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ തെളിവുകൾ നമ്മൾ പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്നും എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടില്ല. വിഷയങ്ങൾ നിങ്ങൾ കൂടുതൽ പഠിക്കുക, സംശയങ്ങളുള്ളത് തീർക്കുക, വസ്വാസ് ശക്കില് കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. റമദാനിന്റെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ഇനിയൊരു വെള്ളിയാഴ്ച നമുക്ക് കിട്ടുമല്ലേ എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ രാവുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവ്. അതിന്റെ കിട്ടാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുക. വിശുദ്ധ ഖുർആൻ പലരും ഓതി തുടങ്ങിയിട്ടുണ്ട്. അത് ഖത്മ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർക്കുക. പലരും അത് പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല, അത് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ, എല്ലാം വേണ്ടതുപോലെ ചെയ്യുക. തൗബ, പശ്ചാത്താപം വളരെ നിർബന്ധമാണ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുക, എന്തൊക്കെ തെറ്റുകൾ ചെയ്തു, റമദാന് തീരെയാണ്, എന്തൊക്കെ നേടി, എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്തു, ഇനി എന്തെല്ലാം ഞാൻ തിരുത്താനുണ്ട്, അടുത്ത റമദാനിന് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ അല്ലേ എന്നുള്ളതൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. കഴിഞ്ഞ റമദാനിന് നമ്മുടെ കൂടെയുള്ള ആളുകൾ പലരും നമ്മുടെ കൂടെ അല്ല. ഇതൊക്കെ നമുക്കറിയാം. ആരോഗ്യം, സമയം, ഇതല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള വിലപ്പെട്ട 2 അനുഗ്രഹങ്ങളാണ്. അത് നഷ്ടപ്പെടുത്താതിരിക്കുക. എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ കണക്കുകൾ നോക്കുക, സ്വയം വിചാരണ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. അതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വാലിഹായ അമലായി അള്ളാഹു
സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന അത് അധികരിപ്പിക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും നാളെ പരലോകത്ത് പ്രതിഫലാർഹമായ കർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളുടെയും അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം നേടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ അബദ്ധങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ സഹോദരികൾ അല്ലാഹു അവരുടെ രോഗങ്ങൾക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.